കാർഷിക ലോകത്തെ വാർത്തകൾ. വിലയിടിവും രോഗബാധയും കാരണം പ്രതിസന്ധിയിലായിരുന്ന മലയോര കമുക് കർഷകർക്ക് ഇനി പ്രതീക്ഷയുടെ നാളുകളാണ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അടയ്ക്കയ്ക്കും കമുകിൻ പാളയ്ക്കും വിപണിയിൽ പ്രിയമേറുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം അടയ്ക്കയ്ക്ക് പ്രിയമേറുകയാണ്. 1/4 നൂറ്റാണ്ട് മുമ്പ് തെക്കൻ മലയോര മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്ത കമുകിൻ തോട്ടങ്ങൾ ഇപ്പോൾ നാമമാത്രമായി. വിലയിടവും കമുകളുടെ രോഗവും കാരണം നൂറുകണക്കിന് കർഷകർ കൃഷി ഉപേക്ഷിച്ചു പോയിരുന്നു. ഇതിനിടെ മംഗള ഇനത്തിൽപ്പെട്ട കമുകിന്റെ വരവ് നാടൻ കമുകിന്റെ വിപണി ഇടിച്ചു. അടയ്ക്ക വിപണി നിർജ്ജീവമായതും പന്തൽ കെട്ടുകാർ ഇരുമ്പ് തൂണുകളെ ആശ്രയിച്ചു തുടങ്ങിയതും വ്യാപക തോതിൽ രോഗം ബാധിച്ച് മരങ്ങൾ ഒടിയുകയും ചെയ്തതോടെ കമുക് കൃഷി ചെയ്തിരുന്നവരെല്ലാം പിൻവാങ്ങിയിരുന്നു. അടുത്തിടെ അടയ്ക്ക കിലോ 130 രൂപയിലെത്തിയതോടെ കമുക് കൃഷി വീണ്ടും ജീവൻ വെച്ചു തുടങ്ങി. കമുകിൻ പാളയ്ക്കും ആവശ്യക്കാരേറിയതും കൃഷി സജീവമായി. റബ്ബർ തോട്ടങ്ങളിലായിരുന്നു പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിൽ കമുക് കൃഷിയും തുടങ്ങിയത്. കൃഷി നടത്തി 4-ാം മാസം മുതൽ കമുകിൻ പാള വിൽപ്പന നടത്താനാകുമെന്നതും ഇടവിളയായി കൈതച്ചക്ക കൃഷി ചെയ്യാമെന്നതുമാണ് കമുകിൻ കൃഷിക്ക് പുതുജീവൻ വെച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓണച്ചന്തയിൽ വിലക്കയറ്റ മുന്നറിയിപ്പ്. മഴ കുറഞ്ഞതോടെ പച്ചക്കറിയുടെയും പൂക്കളുടെയും ലഭ്യത കുറയുമെന്ന ആശങ്ക ശക്തമാവുകയാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും മഴ കുറഞ്ഞതോടെ കേരളത്തിന്റെ ഓണവിപണിയിൽ പച്ചക്കറിയുടെയും പൂക്കളുടെയും വില കുതിച്ചുയരുമെന്ന ആശങ്ക ശക്തമാകുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തുന്ന ക്യാരറ്റിന് കിലോയ്ക്ക് 90 രൂപ വരെ വിലയെത്തിയെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇഞ്ചിയുടെ മൊത്തവില കിലോയ്ക്ക് 160 രൂപയാണ്. വെളുത്തുള്ളി അടക്കമുള്ള മറ്റു പച്ചക്കറികൾക്കും വില ഉയർന്ന നിലയിലാണ്. ഓണക്കാലത്തും ഇതേ സാഹചര്യം തുടർന്നാൽ സദ്യയ്ക്കാവശ്യമായ പച്ചക്കറികളുടെ വില സാധാരണക്കാരെ കൂടുതൽ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ പൂക്കൃഷിക്കും മഴക്കുറവ് കനത്ത തിരിച്ചടിയായി. പതിവ് പോലെ കൃഷിയിറക്കിയെങ്കിലും പകുതി പോലും വിളവെടുക്കാനായില്ലെന്ന് കർഷകർ പറയുന്നു. ചെണ്ടുമല്ലി ഉൾപ്പെടെ ഓണക്കാലത്ത് കേരളത്തിലേക്ക് എത്തുന്ന പൂക്കളുടെ ലഭ്യതയും കുറയാനിടയുണ്ട്. വയനാട്ടിലെയും കർണാടകയിലെയും മഴക്കുറവ് കാരണം കബനി നദിയിലൂടെ വെള്ളം ലഭിക്കാതെ ബീച്ചനഹള്ളി ഡാം നിറയാതിരുന്നതും പൂക്കൃഷിയെ സാരമായി ബാധിച്ചു. ഇതോടെ ഓണച്ചന്തയിൽ പൂക്കൾക്കും പച്ചക്കറികൾക്കും ഉയർന്ന വില നൽകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ഉപഭോക്താക്കൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സുസ്ഥിര കൃഷിക്ക് കരുത്താകാൻ വളം വ്യവസായം പുതിയ വഴിയിലേക്ക്. ഗ്രീൻ സാങ്കേതിക വിദ്യകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് കമ്പനികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വളം വ്യവസായം ഇനി ഉൽപാദന വർധനയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. പരിസ്ഥിതി സൗഹൃദവും ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരവുമായ വളർച്ചയാണ് കമ്പനികളുടെ പുതിയ ലക്ഷ്യം. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ ഗ്രീൻ അമോണിയ, ഊർജ്ജ കാര്യക്ഷമത സാങ്കേതിക വിദ്യകൾ, പുനരുപയോഗ ഊർജ്ജം, കാർബൺ ക്യാപ്ചർ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുകയാണ്. അതോടൊപ്പം ജല ഉപയോഗം കുറയ്ക്കൽ, മാലിന്യങ്ങളുടെ പുനരുപയോഗം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലൂടെ ഉൽപാദന കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ എന്നിവയും കമ്പനികൾ നടപ്പിലാക്കുന്നു. കൃത്യമായ പോഷക നിയന്ത്രണമുള്ള സ്പെഷ്യാലിറ്റി നാനോ വളങ്ങൾ പോലുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിലൂടെ കർഷകർക്ക് കൂടുതൽ ഫലപ്രദമായ വളങ്ങൾ ലഭിക്കുന്നതിനൊപ്പം വ്യവസായത്തിന്റെ ദീർഘകാല മത്സരശേഷിയും ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.